ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വളരെയധികം മധുരമുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെയധികം രുചികരവും സോഫ്റ്റുമായ ഈ കപ്പ ഹൽവയ്ക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. കുറച്ച് സമയം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ രുചികരമായ കറുത്ത ഹൽവ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്നറിയണ്ടേ? വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഏകദേശം 1 കപ്പ് നിറയെ കപ്പപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് കപ്പയിലും ഉണ്ടാക്കാവുന്നതാണ്. ഇതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്യേണ്ടത്. നല്ല പൗഡർ പോലുള്ള പൊടിയായതുകൊണ്ട് സൂക്ഷിച്ചു വേണം അത് മിക്സ് ചെയ്യാനും മറ്റൊരു ബൗളിലേക്ക് മാറ്റാനും. അത് പെട്ടെന്ന് പൗഡർ പോലെ ഇങ്ങനെ പാറിപ്പോകാനിടയുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ മറ്റൊരു ബൗളിലേക്ക് അരിച്ചൊഴിക്കണം. കാരണം പൊടി ആയതുകൊണ്ട് ഇതിൽ കരടും തരികളുമൊക്കെ കാണും. ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കണം. ഞാനിവിടെ 4 ഗ്ലാസോളം വെള്ളം ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്ന ആ വെള്ളത്തിനെ കളയണം. അതിൽ കപ്പയിലെ വിഷാംശമോ ചെറിയ കപ്പയിലുള്ള കട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കിട്ടും. ഹൽവ പകരാൻ വേണ്ടി 2 ചെറിയ ബൗൾ എടുത്ത് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ഹൽവ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇതിലേക്കായിട്ട് ഒരു കടായി മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ്, നമ്മൾ എടുക്കുന്ന കപ്പപ്പൊടിയേക്കാളും കൂടുതലായിരിക്കണം, കറുത്ത ജാഗറി പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് കോൽഹാപ്പൂർ ശർക്കരപ്പൊടിയാണ്, അതാണ് കൂടുതൽ കറുത്ത കളറിൽ കാണുന്നത്. ഇത് കരടുകളൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ശർക്കര നല്ലപോലെ തിളച്ച് പതഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ശർക്കര നല്ലപോലെ തിളച്ച് കുറുകി പാകമാകുമ്പോൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കപ്പപ്പൊടി മിക്സ് ചേർത്ത് കൊടുക്കണം. ഞാനിത് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. കാരണം ചൂടിലേക്ക് പെട്ടെന്ന് ഒഴിക്കുമ്പോൾ അത് കട്ട പിടിക്കും. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഹൽവ മിക്സ് നല്ലതുപോലെ കുറുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് വീണ്ടും 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഹൽവയായിരിക്കുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ടൈം കൂടുതലായിരിക്കും. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഷൂട്ട് ചെയ്താൽ അത് കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കും. അത് കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഹൽവയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല പാകമായി വന്നു തുടങ്ങി. അപ്പോഴത്തേക്കും ഇതിലേക്ക് വീണ്ടും 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇത് നെയ്യിൽ കിടന്ന് നല്ലപോലെ വെന്ത് കുറുകി വെള്ളമൊക്കെ വറ്റി അതിൻ്റെ നെയ്യ് വെളി വരുന്നതാണ് പാകം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 സ്പൂണോളം ഇഞ്ചിപ്പൊടി, ഞാൻ ചുക്ക് പൊടിയല്ലേ, ഇവിടെ ഇഞ്ചിപ്പൊടി പാക്കറ്റിൽ കിട്ടും, അതിന് വേറൊരു ടേസ്റ്റ് സ്മെല്ലുമാണുള്ളത്, ഞാൻ അതാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു ഗം മാതിരിയാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് കയ്യിലിങ്ങനെ ഇളകി സോഫ്റ്റായിട്ട് വരും. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഹൽവ ഇവിടെ നല്ല പാകമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിനെ ഗ്രീസ് ചെയ്ത ബൗളിലേക്ക് മാറ്റാം. അതിന് മുന്നേ കുറച്ച് റോസ്റ്റ് ചെയ്ത കിസ്മിസും കാഷ്യൂ നട്ട്സുമൊക്കെ വെച്ച് കൊടുത്തു. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം സ്പാറ്റില വെച്ച് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കണം. അതിനുശേഷം റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യണം. ഇവിടെ കാഷ്യൂ നട്ട്സ് മാത്രമല്ല, ഞാൻ റോസ്റ്റ് ചെയ്ത വെളുത്ത എള്ളും മുകളിലേക്ക് തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ലുക്ക് കിട്ടും. ഇത് ഗാർണിഷ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് പെട്ടെന്ന് കിട്ടാൻ പറ്റില്ല, കാരണം കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഈ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുമെന്ന് പറയില്ലേ, അതുപോലെ സോഫ്റ്റ് തന്നെയാണ്. കഴിക്കുമ്പോൾ ഇത് കപ്പയിൽ തന്നെയാണോ ഉണ്ടാക്കിയത് എന്ന് സംശയം തോന്നുന്ന രീതിയിൽ അത്ര രുചികരമായ സോഫ്റ്റുമായൊരു ഹൽവയാണ്.
തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു സീക്രട്ട് പറയാം, ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് പൊളിഞ്ഞിരുന്നുവെങ്കിൽ ഞാനിത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇത് അത്രയും രുചികരവും നന്നായിട്ടും കിട്ടിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്കും നല്ല കമൻറ്റും തരാൻ മറന്നു പോവരുതേ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും തരണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങളോടെല്ലാവരോടും സ്നേഹത്തോടെ ബൈ.